എല്ലാവർക്കും ചെസ് മെക്കാനിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെസ്സ് പഠിക്കാം എന്നൊരു വീഡിയോനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെയും ചെസ്സ് കളിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് തന്നെ ചെസ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെസ്സ് കളിക്കാൻ പഠിക്കുന്നതിന് മുന്നേ ചെസ് ബോർഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു ചെസ് ബോർഡിൽ ബ്ലാക്കും വൈറ്റും ആയിട്ട് ടോട്ടൽ 64 കോളംസ് ഉണ്ട്. അതിൽ 32 ബ്ലാക്കും 32 വൈറ്റ് കോളംസും ആണുള്ളത്. ഈ ഒരു ബോർഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം A, B, C, D, E, F, G, H 1, 2, 3, 4, 5, 6, 7, 8. ചെസ് ബോർഡിൻ്റെ സൈഡിലുള്ളത് ഈ ആൽഫബറ്റ്സും ഈ നമ്പേഴ്സും ആണ് ചെസ് ബോർഡിലെ അനോട്ടേഷൻസ് എന്ന് പറയുന്നത്. ഈ അനോട്ടേഷൻസ് വെച്ച് നമുക്ക് ടൂർണമെൻറ്റിൽ പോകുമ്പം ഗെയിംസ് എഴുതിയെടുക്കാനും പിന്നീട് നമുക്കത് അനലൈസ് ചെയ്യാനും ഉപയോഗപ്പെടും. അല്ലാതെ തന്നെ നമുക്ക് ഓരോ സ്ക്വയർസിൻ്റെയും പേരും നമുക്ക് ഈ ഒരു അനോട്ടേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെസ് ബോർഡിൽ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ് ഓഫ് സ്ക്വയർസിനെയാണ് നമ്മൾ ഫയൽ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിനായി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതിനെ നമ്മൾക്ക് എ ഫയൽ എന്ന് വിളിക്കാം. ബിയിൽ നിന്ന് അങ്ങനെ പോകുന്നെങ്കിൽ ബി ഫയൽ എന്ന് വിളിക്കാം. അതേപോലെ സി ഫയൽ, ഡി ഫയൽ, ഇ ഫയൽ, എഫ് ഫയൽ, ജി ഫയൽ, എച്ച് ഫയൽ. ഇതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന സീരീസ് ഓഫ് സ്ക്വയർസിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ സൈഡിൽ 1 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, സിക്സ്ത് റാങ്ക്, സെവൻത് റാങ്ക്, എയ്ത്ത് റാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക്സും ഫയൽസും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത് എങ്ങനെ ഒരു ബോർഡിൽ പീസസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ചെസ് ബോർഡിൽ ഫസ്റ്റ് റാങ്ക് തുടങ്ങുന്ന സ്ഥലത്തു നിന്നാണ് വൈറ്റിൻ്റെ പീസസ് അറേഞ്ച് ചെയ്യാനുള്ളത്. 8th റാങ്ക് തുടങ്ങുന്ന സ്ഥലത്തു നിന്നാണ് ബ്ലാക്കിൻ്റെ പീസസ് അറേഞ്ച് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് പോൺസ് അറേഞ്ച് ചെയ്യണത് നോക്കാം. വൈറ്റിൻ്റെ സെക്കൻഡ് റാങ്കിലാണ് പോൺസ് അറേഞ്ച് ചെയ്യേണ്ടത്. വൈറ്റിന് 8 പോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കിനും 8 പോൺസ് ഉണ്ട്. ബ്ലാക്കിൻ്റെ പോണ് 7th റാങ്കിൽ വേണം അറേഞ്ച് ചെയ്യാനുള്ളത്. അടുത്തതായി റൂക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. റൂക്ക് ചെസ് ബോർഡിൻ്റെ കോർണേഴ്സിലാണ് കാണുന്നത്. വൈറ്റിന് 2 റൂക്കുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കിനും 2 റൂക്കുണ്ട്. ഇനി റൂക്കിൻ്റെ അടുത്ത് വരുന്ന സ്ക്വയറിൽ നൈറ്റാണ് അറേഞ്ച് ചെയ്യുന്നത്. വൈറ്റിന് 2 നൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കിന് 2 നൈറ്റ് ഉണ്ട്. ഇനി നൈറ്റിൻ്റെ അടുത്ത് ബിഷപ്പിനെയാണ് അറേഞ്ച് ചെയ്യാനുള്ളത്. വൈറ്റിന് 2 ബിഷപ്പുണ്ട്. അതിലൊരു ബിഷപ്പ് ഡാർക്ക് സ്ക്വയറിൽ കൂടെ മൂവ് ചെയ്യണ ബിഷപ്പായിരിക്കും. വേറൊരു ബിഷപ്പ് വൈറ്റ് സ്ക്വയറിലൂടെ മൂവ് ചെയ്യണ ബിഷപ്പായിരിക്കും. ഇതേപോലെ ബ്ലാക്കിനും 2 ബിഷപ്പുണ്ട്. അതിലൊരു ബിഷപ്പ് വൈറ്റ് സ്ക്വയറിലൂടെയും വേറൊരു ബിഷപ്പ് ബ്ലാക്ക് സ്ക്വയറിലൂടെയും മൂവ് ചെയ്യും. അടുത്ത് അറേഞ്ച് ചെയ്യേണ്ട പീസ് ക്യൂനാണ്. ക്യൂൻ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. വൈറ്റിൻ്റെ ക്യൂൻ വൈറ്റ് സ്ക്വയറിലാണ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ക്യൂൻ ബ്ലാക്ക് സ്ക്വയറിൽ വേണം ഇരിക്കാനുള്ളത്. അടുത്ത കിങ് ബാക്കി വരുന്ന ഒരു സ്ക്വയറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കിങ് ബാക്കിയുള്ള ഒരു സ്ക്വയറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചെസ് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ചെസ് ബോർഡിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനും എങ്ങനെയാണ് ഒരു ചെസ് ബോർഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.